ചികിത്സാ ചെലവുകൾ നിയന്ത്രിക്കാൻ സർക്കാർ ആശുപത്രികളിൽ ആരംഭിച്ച സൌജന്യ ജനറിക് മരുന്ന് വിതരണം പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ പറഞ്ഞു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാൻസർ കെയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഈ രംഗത്ത് ചികിത്സാ ചിലവ് വളരെ വലുതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ സൗജന്യമായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് 1ാം വാർഷികത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സർക്കാർ ആശുപത്രികളിൽ ജനറിക് മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന സമഗ്രമായ ജനകീയ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി തുടങ്ങി. കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ 3 ജനറൽ ഹോസ്പിറ്റലുകളിലും നമ്മൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് ജൂൺ മാസത്തോടുകൂടി പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരെയുള്ള ആശുപത്രികളിൽ ഈ ചികിത്സയ്ക്കെത്തുന്ന മുഴുവൻ രോഗികൾ എന്ന് പറഞ്ഞാൽ APL, BPL വ്യത്യാസമില്ലാതെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന മുഴുവൻ ആളുകൾ മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്ന സമഗ്രമായ പദ്ധതി ജൂൺ മാസത്തോടുകൂടി പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരെ വ്യാപിപ്പിക്കും. അക്കാര്യം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ അദാലത്തുകൾ സംഘടിപ്പിക്കും. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ, ചികിത്സാ സൌകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും അദാലത്തിൽ പരാതി നൽകാം. ഇപ്പോൾ അടുത്ത മാർച്ച് മാസം മുതൽ നമ്മളുടെ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ ജില്ലകളിലും ആരോഗ്യ അദാലത്ത് ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് 15 ദിവസം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ CHC മുതൽ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും പരാതികൾ നൽകുന്നതിന് DMOക്ക് പരാതികൾ അയച്ച് ആ പരാതികൾ വിലയിരുത്തി അവിടെ തീർക്കാൻ കഴിയുന്ന പരാതികൾ അവിടെ തീർക്കുകയും അത് കഴിഞ്ഞ് DHSന്റെ നേതൃത്വത്തിൽ തീർക്കാൻ കഴിയുന്ന പരാതികൾ അവിടെ തീർക്കുകയും അത് കഴിഞ്ഞ് മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ ആ ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ അല്ലാത്ത പരാതികൾ മുഴുവൻ അവിടെ തീർക്കുക എന്നുള്ള തരത്തിൽ ആ ഹെൽത്ത് അദാലത്തുകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 23-ാം തീയതി മുതൽ എറണാകുളം ജില്ലയിൽ അതിന്റെ പരിപാടി ആരംഭിക്കുകയാണ്. ഈ ഹെൽത്ത് അദാലത്തുകൾ നടത്തി ഓരോ ആശുപത്രികളെ കുറിച്ചും വിലയിരുത്തലുകൾ നടത്തി ഓരോ ആശുപത്രിയെക്കുറിച്ചും അതിന്റെ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള പ്രോജക്ട് കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ അദാലത്ത് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 താലൂക്ക് ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ. രാജു അധ്യക്ഷനായി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ P.K. ജമീല സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം S. ജയമോഹൻ, നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു, സ്ഥിരം സമിതി അംഗങ്ങളായ സുശീല രാമചന്ദ്രൻ, D. ദിനേശൻ, ബിനോയ് രാജൻ, വസന്ത രഞ്ജൻ, മിനി മധുകുമാർ, വാർഡ് കൌൺസിലർ വത്സ JP ജോൺ, UDF നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോർജ്, VP ഉണ്ണികൃഷ്ണൻ, ഭാരതീപുരം ശശി, SC സഞ്ജയ് ഖാൻ, ആലഞ്ചേരി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.